പി ദിവ്യയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എഡിഎമ്മിന്റെ മരണത്തിൽ പി ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്ന് മുഖ്യമന്ത്രി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രി. CPIM കണ്ണൂർ ജില്ലാ സമ്മേളന ചർച്ചയുടെ മറുപടിയിലാണ് പിണറായി വിജയന്റെ പ്രതികരണം. വിവരങ്ങളുമായി നിഖിൽ എ ആണ് ഇപ്പോൾ ചേരുന്നത്. നിഖിൽ, കഴിഞ്ഞ ദിവസമായി നടക്കുന്ന ഈ കണ്ണൂരിലെ ജില്ലാ സമ്മേളനത്തിൽ ഈ ഒരു വിഷയം വലിയ തരത്തിൽ ചർച്ചയാവുകയും പി ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നത്. പി ദിവ്യയ്ക്ക് കടുത്ത വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. എന്താണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്? അത് തീർച്ചയായും പി ദിവ്യക്ക് ഈ വിഷയത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് തന്നെയാണ് CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതു ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കെ പുലർത്തേണ്ട ജാഗ്രത പി ദിവ്യയിൽ നിന്ന് ഉണ്ടായില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യക്കെതിരെ പത്തനംതിട്ട ജില്ലാ ഘടകം, അതായത് പി ദിവ്യയുടെ നടപടി തെറ്റാണ് എന്ന് കാണിച്ച് പത്തനംതിട്ട ജില്ലാ ഘടകം സ്വീകരിച്ച നിലപാടുണ്ട്. ആ നിലപാടിൽ ഒരു തെറ്റുമില്ല എന്നാണ് സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. എല്ലാ തലങ്ങളിലും പരിശോധിച്ച ശേഷമാണ് പാർട്ടി പി ദിവ്യക്കെതിരെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് എന്നുകൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മറുപടിയിൽ പറയുന്നുണ്ട്. സ്വാതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇത്തരത്തിൽ പി ദിവ്യക്കെതിരായ നടപടിയിൽ രണ്ട് തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതായത് ദിവ്യയെ പിന്തുണച്ചും ദിവ്യക്കെതിരായ നടപടിയെ വിമർശിച്ചും ചർച്ചകൾ നടന്നിരുന്നു. അതിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിലാണ് എന്ന തരത്തിൽ വിമർശനം വന്നിരുന്നു. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി നൽകിയത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സ്വീകരിച്ച നിലപാട് അത് ഒരു വിധത്തിലും തെറ്റല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റ് ചില വിഷയങ്ങളിൽ കൂടി ഇന്നലെ മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിൽ പരാമർശങ്ങൾ നടത്തിയ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈ മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിൽ CPIM സ്വീകരിച്ച നിലപാടുകൾ പലപ്പോഴും ന്യൂനപക്ഷ പ്രീണനമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. എതിരാളികൾ നടത്തിയ അത്തരത്തിലുള്ള പ്രചരണം അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി, പലസ്തീൻ വിഷയങ്ങളിലെ നിലപാടുകൾ, അതിൽ CPM സ്വീകരിച്ച നിലപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ എന്ന ഒരു സംശയമുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടി നേതാക്കൾ പൊതുജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന വിമർശനം അത് വ്യാപകമായി CPIMന്റെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തിരുത്താൻ തയ്യാറാവണം എന്ന ഒരു നിർദ്ദേശം കൂടി ഇന്നലത്തെ മറുപടിയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒപ്പം നേതാക്കൾ പക്വതയോടെ പൊതുജനങ്ങളോട് ഇടപെടണം എന്നുകൂടി മുഖ്യമന്ത്രി ആ മറുപടിയുടെ ഭാഗമായി പറഞ്ഞു പോകുന്നുമുണ്ട്. ഏകദേശം 1.25 മണിക്കൂറോളമാണ് ഇന്നലെ ഈ പൊതു ചർച്ചയ്ക്ക് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനത്തിൽ പൂർണ്ണ സമയവും ഉണ്ടായിരുന്നെങ്കിൽ പോലും സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായിരുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇത്തരത്തിൽ പൊതു ചർച്ചയ്ക്കുള്ള മറുപടി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ശരി നിഖിൽ, എന്തായാലും പി ദിവ്യയെ ഇപ്പോൾ വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ദിവ്യയ്ക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കണ്ണൂരിൽ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കിയത്.